ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഷ് എൻ്റെ അമ്മമ്മ ചെറിയ വയസ്സിലൊക്കെ ഞങ്ങൾക്ക് പനിയൊക്കെ പിടിക്കുമ്പം ചെയ്തു തരുന്ന ഒരു ഡിഷാണ്. അതായത് ഗാർലിക് റൈസ്. അപ്പം പനിയൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ മഴ സമയത്തൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടിരിക്കും. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് ഒരു ഹെൽത്തി ഫുഡ് കൂടെയാണ്. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ കൊണ്ടൊരു കളിയാണ് കളിക്കാൻ പോണത്. അപ്പം നോൺ വെജൊന്നും ഇന്നില്ല. ഈ കുക്കുംബർ കൊണ്ട് ഒരു സൈഡ് ഡിഷ് ചെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം ഞാൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പം എൻ്റെ അമ്മയുടെ അമ്മ ഈ ഡിഷ് ചെയ്യും. പക്ഷെ വളരെ ടേസ്റ്റായിരിക്കും. ഏതെങ്കിലും ലെമൺ റൈസ് അങ്ങനെയുള്ള ഗീ റൈസ് ഇങ്ങനെയുള്ള റൈസിൻ്റെ കൂടെയൊക്കെ എൻ്റെ അമ്മമ്മ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വെള്ളരിക്ക ഒരുപാടുണ്ടായിരുന്നു, മാങ്ങയും ഉണ്ടായിരുന്നു. അപ്പം പച്ചമുളക്, ഇത് മൂന്നുമാണ് നമ്മളിതിന് എടുക്കുന്ന വെജിറ്റബിൾസ്. ഇതിങ്ങനെ തോല് കളഞ്ഞ് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്തതിന് നമ്മൾ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, ആൾറെഡി നമ്മൾ കുക്കുംബർ വാഷ് ചെയ്താണ് ഫ്രിഡ്ജിൽ വെച്ചത്. എന്നാലും കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം ആ കുക്കുംബർ നമ്മൾ പാത്രത്തിലിട്ട് അടുപ്പിൽ വെച്ച് ഒരു 75% കുക്ക് ചെയ്യുക. 75% കുക്ക് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ചേർക്കേണ്ട ഒരു സാധനമാണ് മാങ്ങ. ഞാനിപ്പം ഇവിടെ ഞാൻ അതിന് എടുത്തിരിക്കുന്ന മാങ്ങ കിളിച്ചുണ്ടൻ മാങ്ങയെന്ന് പറയും. ആ കിളിച്ചുണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ളത് എടുക്കരുത്. പുളിയുള്ളത് എടുത്താൽ നമുക്ക് പുളി തന്നെ ഹൈലൈറ്റായിട്ട് കാണിക്കും. അതുകൊണ്ട് നോർമൽ പുളിയുള്ള ഒരു മാങ്ങ എടുക്കുക. ചെറിയ മാങ്ങ എടുത്താൽ മതി, വലിയ മാങ്ങ എടുക്കണ്ട. ഇതുപോലെ ചെറിയൊരു മാങ്ങ എടുത്ത് തൊലി കളഞ്ഞ് അതും ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും നമ്മൾ കുക്കുംബർ 75% കുക്കായതിന് ശേഷമേ ഈ മാങ്ങ ഇടുള്ളൂ. കാരണം മാങ്ങ ഫസ്റ്റേ ഇട്ടാൽ കുക്കുംബറിൽ പുളി ഉണ്ടായിരിക്കും. മാങ്ങ പെട്ടെന്ന് വേവും, കുക്കുംബർ പെട്ടെന്ന് വേവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടാൻ പറഞ്ഞത്. പിന്നെ ഒരു 5 പച്ചമുളക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ കുക്കുംബർ ഇപ്പോൾ 75% കുക്കായോ എന്ന് നമ്മളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഈ കുക്കുംബറിൻ്റെ കൂടെ ആ മാങ്ങ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇതാ കണ്ട കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ അതിൽ ആഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. കുക്കായതിന് ശേഷം നമ്മളതിൽ മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, പിന്നെ പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഈ 4 പൊടികൾ മാത്രമാണ് നമ്മളിടുന്നത്. അത് നമ്മളുടെ ആവശ്യത്തിന് കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്കറിയാമല്ലോ, കുക്കിംഗ് ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് അറിയാം ഇത്രയും എങ്ങനെ ഇടണമെന്നുള്ളത്. ഇല്ല, ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഡിഷ് തനിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം വീഡിയോ എടുത്തിടാം. അപ്പം അതിന് ശേഷം അത് നല്ല വെന്തതിന് ശേഷം മസാലയൊക്കെ ഇട്ട് നല്ല പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിനൊരു താളിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് വറുത്ത് ഇങ്ങനെ കടുകിട്ട് കരിവേപ്പില ഇട്ട് വറ്റൽമുളക് ഇട്ട് കടുക് വറുത്ത് ഇതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക. കൊച്ചു പ്രായത്തിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്നത് കണ്ട് ചെയ്തതാണ്. മെമ്മറിയിൽ വെച്ച് ഞാൻ അതിപ്പോൾ ചെയ്തതാണ്. ഇപ്പം അടുത്തത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗാർലിക് റൈസാണ്. അതിന് ഞാനൊരു കപ്പ് റൈസിന് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മസാല നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ വലിയ ഉള്ളി, ഒരു 20 പല്ല് വെളുത്തുള്ളി, ഇച്ചിരി മല്ലിയില, ഇച്ചിരി പുതിനയില. കാരണം നമ്മൾ ഒരുപാട് വാരി വലിച്ചിടുമ്പം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പം ഇതെല്ലാം ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റായിട്ട് വെക്കുക. ഞങ്ങളെ വീട്ടിലെ ഡോമി ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. രാവിലെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ അപ്പം അത് അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിലൊഴിക്കുക.
നെയ്യാവുമ്പോൾ ഫ്ലേവർ നന്നായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിക്കാൻ പറഞ്ഞത്. വെളിച്ചെണ്ണ മറ്റോ എല്ലാ ആയിൽ നിങ്ങൾ യൂസ് ചെയ്യാം. വീട്ടിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാൽ കുറച്ച് നല്ല ടേസ്റ്റായിരിക്കും. കാരണം ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് ജീരക ചമ്പ റൈസാണ്. അപ്പം അതിൽ പൂണ്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ വരുന്നത് വരയ്ക്കും നിങ്ങളത് റെഡി ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ ഒരു 5 വറ്റൽമുളക് ഇടുക. പിന്നെ നിങ്ങളുടെ കാരം അനുസരിച്ച് എരിപ്പനുസരിച്ച് നിങ്ങൾ കൂട്ടിയിടാം. എന്നിട്ട് ഇതിൽ ഒരു കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഈ സ്റ്റേജ് വരുമ്പം ഇതിൽ നമ്മൾ കുറച്ച് കാഷ്നട്ട് ഇടണം. കാഷ്നട്ട് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. ഇത് കാഷ്നട്ട് ഇടുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. അതിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ കാഷ്നട്ടും ബ്രൗൺ കളറായതിനു ശേഷം ഇതെല്ലാം കോരി ഒരു പാത്രത്തിൽ മാറ്റി ആറാൻ വേണ്ടി വെക്കുക. അത് ആറിയതിന് ശേഷം നമ്മളൊരു മിക്സിയിൽ ഒരു ലൈറ്റ് റിവേഴ്സ് മൂഡിലിട്ട് ഒരു 2 അടി അടിച്ചെടുക്കുക. റിവേഴ്സ് മൂഡിലിടണം, വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് അതേ ചട്ടിയിൽ ആ ഇരിക്കുന്ന ആ ബാക്കിയുള്ള നെയ്യിൽ ആ ഉള്ളി നമ്മളിട്ട് നന്നായിട്ട് ഇളക്കി ആ പുതിനയിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ സ്റ്റേജ് വന്ന ഉടനെ നമ്മളതിൽ ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ തക്കാളി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് കുക്കായതിന് ശേഷം ഇത് വളരെ ടേസ്റ്റായിരിക്കും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും കുക്കായതിന് ശേഷം അതിൽ നമ്മൾ ഇടേണ്ട ഇത് സാൾട്ട് ഇടുക. ഫസ്റ്റ് നമ്മൾ ചോറിൽ നമ്മൾ ലൈറ്റ് ഉപ്പിട്ടാണ് നമ്മളത് കുക്കറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അത് കണക്ക് ചെയ്ത് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതം, പരപരാന്ന് അടിച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഇതിലോട്ടിടുക. ആ പൂണ്ട്, കാഷ്നട്ട് എല്ലാം കൂടെ നമ്മൾ വറ്റൽമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടെ ചെയ്ത് ഫസ്റ്റ് നമ്മൾ വഴറ്റിയെടുത്ത് ആ സാധനം മിക്സിയിൽ അടിച്ചത് അത് ഇതിൻ്റെ കൂടെ ഇടുക. ഇതിപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം കുക്കറിൽ നമ്മൾ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജീരക ചമ്പ റൈസാണ്. 1 കപ്പിൻ്റെ റൈസാണ് എടുത്തത്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 1ന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ 1 വിസിലിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ലൈറ്റ് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മിശ്രിതം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മല്ലിയില കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഒരു വറ്റൽമുളക് നമ്മൾ ഫസ്റ്റ് റെഡി ചെയ്തിരുന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഒരു 4 കാഷ്നട്ട് ഇങ്ങനെ വെച്ച് നമ്മളത് ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പം നമ്മളെ വീട്ടിലുള്ളവർക്കായതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ ഡെക്കറേഷൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ വേറെ പാത്രത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പം ഗാർലിക് റൈസ് റെഡിയാണ്. അപ്പം ആർക്കൊക്കെയാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള ഡിഷുകളൊക്കെ ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നതും ഡിഷ് ചെയ്യുന്നതും ഒക്കെ ഒരു കഷ്ടമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ലൈക്കാണ് എൻ്റെ സന്തോഷം. അതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഇതാണ്. ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ബോറടിക്കും. കഴിക്കാനേ തോന്നത്തില്ല. ഒന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പിന്നെ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വ്യത്യാസമായിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് മുട്ട വെജിറ്റബിൾസും കൊണ്ടൊരു ഡിഷാണ്. ഇത് ഉപ്പിട്ട് വെജിറ്റബിൾസ് നല്ല നമ്മൾ മിക്സ് ചെയ്ത് മിശ്രിതം എണ്ണ ഒഴിച്ച് ആ വെജിറ്റബിൾസ് കുറച്ച് കുക്കായതിനു ശേഷം അതിൽ കുറച്ച് മുട്ട ഒഴിച്ചിങ്ങനെ ഉടച്ചൊഴിക്കുക. അതിൽ കുറച്ച് പെപ്പറിട്ട് ഇത് വേറൊരു ദോശക്കല്ലിൽ വെച്ച് ഇതേപോലെ എടുത്ത് കമത്തിയിടുമ്പോൾ 2 സൈഡും വേവും. എന്നാൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൽ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വലിയവർക്ക് ഇഷ്ടപ്പെടുമോ അറിയില്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങൾ പറയുക. അപ്പം ബൈ.